കൊല ചെയ്യുന്നതിന് വല്ലാതെ പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടില്ല, ഒരു പേടിയില്ല. അല്ലാഹുവേ, നമ്മൾ ഒരുപാട് വാർത്തകൾ അവിടുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ ദിവസത്തിലും നമ്മുടെ നെഞ്ചിനെ പോലും തകർത്ത് കളയുന്നു. അല്ലാഹുവേ, മനുഷ്യൻ പോലും ഇത്രയും വലിയ ക്രൂരതകൾ അവിടുന്ന് ചെയ്യുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നെടുമങ്ങാടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പിഞ്ചോമന കുഞ്ഞ്, 1.5 വയസ്സുള്ള പൊന്നോമന കുഞ്ഞിനെ അല്ലാഹുവേ നിഷ്ഠൂരം അവിടുന്ന് കൊല ചെയ്യുകയാണ്. അല്ലാഹുവേ, 9 മാസക്കാലം അവിടുന്ന് ഗർഭം ചുമന്നതായ ഉമ്മയുണ്ടല്ലോ, ആ പെണ്ണതാ അല്ലാഹുവേ മരണത്തോട് മല്ലടിക്കുന്ന വേദന അനുഭവിച്ചുകൊണ്ട് പ്രസവിച്ചതായ കുഞ്ഞിന് 1.5 വയസ്സുള്ള പിഞ്ചോമന കുഞ്ഞിനെ എടുത്തിട്ട് കൊടുക്കുകയാണ്. അല്ലാഹുവേ, ചവിട്ടിക്കൂട്ടുകയാണ്. ആ പൊന്നുമോന്റെതായ വാരിയല് പോലും തകർന്നു പോകുന്ന രൂപത്തിലോ ആ കുഞ്ഞിൻ്റെതായ വാരിയല് ചവിട്ടിയുടിക്കുമ്പോൾ കൊന്നുകളഞ്ഞല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരോട് ചെന്നുകൊണ്ട് പരാതി പറയാനോ? ആ പൊന്നുമോൻ ആരോട് പരാതി പറയാനോ? ആ ചിരിച്ചുകൊണ്ട് അല്ലാഹുവേ ഓമനം തുളുമ്പുന്ന മുഖമെടുത്തുകൊണ്ട് തന്റെ മാതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് പോലും, ആ മുഖത്ത് നോക്കിയിട്ട് പോലും എന്റെ പ്രിയപ്പെട്ടവരെ കരുണ പറ്റിയ ഹൃദയത്തോടെ അല്ലാഹുവേ ഒരു മൃഗം പോലും അങ്ങനെ ചെയ്യില്ലല്ലോ. അതുകൊണ്ടാണോ ചെറുപ്പക്കാരോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണോ? അല്ലാഹുവേ, അവിടുന്ന് മനുഷ്യനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞത് മൃഗത്തിനെ പോലെയാണ്, മൃഗത്തെ പോലെയാണ് മനുഷ്യൻ, മൃഗത്തെ പോലെ അത് പതിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് കൊണ്ട് പറയുകയാണ്. ബൽഹുമല്ലോ, ആ മൃഗത്തെക്കാളും മതപ്പതിച്ചു പോകുന്നതായ സ്വഭാവം മനുഷ്യന് വന്നുകൂടുന്നുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ പോലും നടക്കുന്ന ഒരുപാട് വാർത്തകൾ അതാ കടന്നു വരികയാണോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര്, സഹോദരിമാര്, ചെറുപ്പക്കാരോ, നമ്മുടെ ജീവിതത്തിലും ഒരു പക്ഷേ എപ്പോ വേണമെങ്കിലും കടന്നു വരാമല്ലോ. അല്ലാഹുവേ, ഹൃദയത്തിലേക്ക് കാരുണ്യമില്ലാത്ത, റഹ്മത്തില്ലാത്ത അവസ്ഥയുണ്ടല്ലോ. ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം പെങ്ങള്. അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിലെ കരുണയില്ലാത്ത, കാരുണ്യമില്ലാത്ത അവസ്ഥകളോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാ ഒരു പെണ്ണ് ഓടി വരികയാണ്. സ്വഹാബത്തിന്റെ മുന്നിലേക്ക് ഓടി വരികയാണ്. സ്വഹാബത്തിനോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, സ്വഹാബോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് അതാ ഒരു പെണ്ണോടി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് കാണിച്ചു തരുമോ? അല്ലാഹുവിന്റെ ഹബീബിനെ ഒന്ന് കാണിച്ചു തരുമോ? അതാ ഒരു പെണ്ണോടി വന്നുകൊണ്ട് സ്വഹാബത്തിനോട് ചോദിക്കുമ്പോൾ ആ സ്വഹാബത്ത് അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളെ അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഓടി ചെന്നുകൊണ്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് ആ പെണ്ണവിടുന്ന് പറയുന്ന, നബിയേ, എന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയി നബിയേ, എന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയി നബിയേ, എന്റെ ജീവിതത്തിന് വല്ലാത്ത പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാണ്, എന്ത് പറ്റിപ്പോയി പെണ്ണേ എന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണവിടുന്ന് പറയുന്ന, നബിയേ, എന്റെ ഭർത്താവ് ജോലിക്ക് വേണ്ടിയിട്ട് പോയാൽ, എന്റെ ഭർത്താവ് ജോലിക്ക് വേണ്ടിയിട്ട് പോയാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരൂ നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു സ്വർഗ്ഗ കച്ചവടമാണ്, എന്റെ വീട്ടിലൊരു സ്വർഗ്ഗ കച്ചവടമാണ് എനിക്കുള്ളത്. എന്റെ ഭർത്താവ് ജോലിക്ക് പോയിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ആ പെണ്ണവിടുന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ കടയിലേക്ക് ഒരുപാട് ആൾക്കാർ സ്വർഗ്ഗ കുടിക്കാൻ വേണ്ടി വരും നബിയേ. അങ്ങനെതാ വരുന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരനുമായിട്ട് ഞാനതാ ഒരു പ്രണയത്തിൽ ഏർപ്പെട്ടു പോവുകയാണ്. യാ റസൂലല്ലാഹ്, ആ പ്രണയ
സമയം എങ്ങനെ മാസങ്ങളോളം നീണ്ടുപോയി. ഞങ്ങൾ വല്ലാതെ അടുത്തുപോയി നബിയേ, ഞങ്ങൾ വല്ലാതെ അടുത്തുപോയി നബിയേ. ഒരിക്കലും ഞങ്ങൾക്ക് പിരിയാൻ കഴിയാത്ത വിധം ഞങ്ങൾ അടുത്തുപോയി നബിയേ. യാ റസൂലല്ലാഹ്, അതിൽ പര അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് ആ പെണ്ണ് വിടുന്ന് പറയുകയാണോ, യാ റസൂലല്ലാഹ്, അങ്ങനെ അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അവിടുന്ന് വ്യഭിചാരത്തിൽ ഏർപ്പെടുകയാണോ, ഞങ്ങൾ അവിടുന്ന് ശാരീരികമായി ബന്ധപ്പെടുകയാണോ, അതിലതാ ഒരു കുഞ്ഞിന് എനിക്കതാ വയറ്റിലുണ്ടാവുകയാണോ. 9 മാസക്കാലം അവിടുന്ന് ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി. ഇതുവരെയും ആ കുഞ്ഞിനെ ഞാൻ കൊന്നിട്ടില്ലോ, ആ കുഞ്ഞിനെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞില്ലോ, ആ കുഞ്ഞിനെ ഞാൻ ഒരു വേദന പോലും എടുപ്പിച്ചില്ലോ. പക്ഷേ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ, ആ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ കാമുകൻ വന്നുകൊണ്ടതാ പറയുകയാണ്, ആ കുഞ്ഞിനെ കളഞ്ഞില്ല എങ്കിൽ ഒരിക്കലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കുകയാണോ, നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണോ. ആ കാമുകൻ എന്റെ മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ, യാ റസൂലല്ലാഹ്, എന്റെ പൊന്നോമന കുഞ്ഞുണ്ടല്ലോ, ആ ചോര പൈതലിന് ഞാൻ കഴുത്ത് ഞെരിച്ചു കൊണ്ട് കൊന്നു നബിയേ, ആ പൊന്നുമോനെ ഞാൻ കഴുത്ത് ഞെരിച്ചു കൊണ്ട് കൊന്നു നബിയേ. എന്റെ മനസ്സിൽ ആ സമയത്തതാ ക്രൂരമായ സ്വഭാവം കടന്നു വരികയാണോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് പറയുമ്പോൾ, എന്നിട്ട് ആ പെണ്ണ് അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ആ കുഞ്ഞിൻ്റെതായ മയ്യത്തുണ്ടല്ലോ, ഒരാൾ പോലും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിന്റെ മയ്യത്തെടുത്തുകൊണ്ട് സുർക്കയുടേതായ കൊട്ടയിലേക്ക് കൊണ്ടുപോയിട്ടു. ആ സുർക്ക ഇങ്ങനെ കൊടുക്കുന്നതായ വലിയ പാത്രമുണ്ടല്ലോ, ആ വലിയ പാത്രത്തിലേക്ക്, സുർക്ക നിറച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് കൊണ്ടുപോയിട്ടു നബിയെ. എന്റെ പൊന്നുമോന്റേതായ മയ്യത്തുണ്ടല്ലോ, ആ സുർക്കയുമായിട്ട് ലയിച്ചതിലേക്ക് ചേർന്നു പോയി നബിയെ. അതാണ് ഞാൻ ജനങ്ങൾക്ക് മുഴുവനും കുടിക്കാൻ കൊടുത്തതെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് തളർന്നു പോവുകയോ, റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് തളർന്നു പോവുകയാണോ. ഈ ചരിത്രം അവിടുന്ന് കേട്ടുകൊണ്ട് ഹബീബായ തങ്ങൾ വല്ലാതെ സങ്കടപ്പെടുകയാണ്. യാ റസൂലല്ലാഹ്, എനിക്ക് തൗബയുണ്ടോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, പെണ്ണേ, നീ എന്തൊരു ക്രൂരതയാ കാണിച്ചു കൂട്ടിയത്. കുഞ്ഞുമക്കളോട് കാരുണ്യമില്ലാത്തവന് ലാ യുർഹമു വലാ യുർഹമു. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുവാണല്ലോ, കാരുണ്യമില്ലാതെ ജീവിക്കുന്നവർക്ക് അല്ലാഹു ഒരിക്കലും കാരുണ്യം ലഭിക്കുകയില്ലോ. കാരുണ്യത്തിന്റെ ഹൃദയമില്ലാത്തവരോ, കാരുണ്യത്തിന്റെ ഹൃദയമല്ലാത്തവരോ അല്ലാഹുവിന്റെ കാരുണ്യം ഒരിക്കലും അവർക്ക് ലഭിക്കില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ ആ പെണ്ണിനോട് അവിടുന്ന് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിന്റെ മനസ്സിങ്ങനെ ഇടുങ്ങിപ്പോയതെന്നറിയുമോ, എങ്ങനെയാണ് നിന്റെ മനസ്സിടുങ്ങിപ്പോയതെന്നറിയുമോ. പെണ്ണെ, നിന്റെ ജീവിതത്തിൽ നീ നിസ്കരിക്കാറുണ്ടോ പെണ്ണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് അവിടുന്ന് പറയുന്ന, നബിയേ, എല്ലാ വഖത്തും ഞാൻ അവിടുന്ന് നിസ്കരിക്കുന്നവളാണോ, പക്ഷേ അസുറിന്റെ സമയമാകുമ്പോൾ എന്റെ കടയിലേക്ക് ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് വരും നബിയേ. ആ സമയത്ത് എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, നിനക്ക് കാരുണ്യമില്ലാതെ വരുന്നതിന്റെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അസുർ നിസ്കാരം നീ ഉപേക്ഷിച്ചതിന്റെ പേരിലാണ്. അസുർ നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിലാണ് നിന്റെ ഹൃദയത്തെ അല്ലാഹു തആല ഇടുക്കി കളഞ്ഞത് എന്തോ ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റുകൾ ഇങ്ങനെ അധികരിച്ചു വരുമ്പോൾ നമ്മുടെ ഹൃദയം വല്ലാതെ കാഠിന്യത്തിലേക്ക് കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞതെന്തോ, കൊല ചെയ്യുന്നതിനെ കുറിച്ച് അല്ലാഹുവേ ഇന്ന് വളരെ ലഘുവായിട്ടാണല്ലോ കൊലകൾ ചെയ്യുന്നത്, സർവ്വസാധാരണമായിരിക്കുകയാണ്, ആർക്ക് വേണമെങ്കിലും ആരെയും കൊല്ലാമെന്നുള്ള ധാരണയാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, 1.5 വയസ്സുള്ള പൊന്നുമോനെ അവിടുന്ന് കൊന്നപ്പോൾ, എടാ ചെറുപ്പക്കാരോ, ആ പൊന്നുമോന്റെ നെഞ്ചത്തേക്ക് ചവിട്ടിയിട്ട് വാരിയല്ല നീ ഒടിക്കണമെങ്കിലോ, എടാ നിന്റെ കാല്, ആ കാലൊന്ന് വിറച്ചു പോയില്ലല്ലോ ചെറുപ്പക്കാരോ. 1.5 വയസ്സുള്ള പൊന്നുമോനെ നെഞ്ചത്ത് ചവിട്ടി ഒടിക്കുമ്പോൾ നിന്റെ കാല് വിറച്ചില്ലല്ലോ. ആർക്കാ സങ്കടം വരാതിരിക്കുന്നത്? ആ വാർത്ത കേട്ടിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ തോന്നുന്നില്ലോ, രാത്രിയിലത്തെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു പോവുകയാണ്. റബ്ബേ, കുഞ്ഞുമക്കളോട് പോലും കാരുണ്യമില്ലാത്ത മനുഷ്യന്മാരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സ്വഹാബത്തിന് അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതി കൊടുക്കുകയാണ്. സ്വഹാബോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്താ അവിടുന്ന് പറയുന്നതെന്നറിയുമോ? മൻഖതല നഫ്സുൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ബിൽ അർദി ഫകഅന്നമ ഖതലൻ നാസ ജമീആ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യൻ നാസ ജമീആ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഒരു നിരപരാധി ആരെങ്കിലും കൊന്നാൽ, ഒരു നിരപരാധി ഒരാൾ കൊന്നാൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അവൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും കൊന്നതുപോലെയാണ്, അവൻ ജനങ്ങളെ മുഴുവനും കൊന്നവനെ പോലെയാണ്. ഒരു നിരപരാധിയായ മനുഷ്യനുണ്ടല്ലോ, ആ നിരപരാധിയായ മനുഷ്യനെ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ അവനെ അല്ലാഹുവേ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും കൊന്നതുപോലെയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് വീണ്ടും പറയുകയാണ്, വമയ്യഖ്തല മുഅ്മിനൻ മുതഅമ്മിദാ, ഒരാളെ മനഃപൂർവ്വം ഒരാളെ കൊന്നാൽ, മനഃപൂർവ്വം ഒരാളെ കൊന്നാൽ ഫജസാഉഹു, അവന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? ജഹന്നമോ. അവന്റെ പ്രതിഫലം അല്ലാഹു നരകമാ വെച്ചിരിക്കുന്നത്. ഖാലിദുൻ ഫീഹാ, അവൻ ആ നരകത്തിൽ ശാശ്വതമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, വഗളിബല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ മേൽ കോപിക്കുന്നതാണ്. വലഅനഹു, അല്ലാഹുവിന്റെ ശാപം അവനിക്കുണ്ടാകുന്നതാണ്. വഅദലഹു അദാബൻ അദീമാ, അവനിക്ക് അല്ലാഹു വലിയ വലിയ ശിക്ഷകൾ അവിടുന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, കൊലയെന്ന് പറയുന്നത്, ഒരു മനുഷ്യനെ ചുമ്മാതങ്ങ് കൊല്ലുക എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ വല്ലാത്ത ശിക്ഷയുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു എവിടുന്ന് പറയുന്നു? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അവിടുന്ന് ഫസ്തഅദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവിന്റെ പ്രവാചകർ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബോ, എപ്പോഴും ശൈത്താനിൽ നിന്ന് കാവലിനെ തേടണേ സ്വഹാബോ. എപ്പോഴാണ് നമ്മുടെ മനസ്സ് മറിഞ്ഞു പോകുന്നതെന്നറിയില്ല സ്വഹാബോ, അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ശൈത്താനിൽ നിന്ന് കാവലിനെ തേടണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ കാരുണ്യമുണ്ടാകാറ്, നമുക്ക് വല്ലാത്ത ക്ഷമയുണ്ടാകാറ്, അല്ലാഹുവിനോട് എപ്പോഴും അവിടുന്ന് ദുആ ചെയ്യുക, എപ്പോഴും ഇബ്ലീസിൽ നിന്ന് കാവലിനെ തേടുക. ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പുന്നാര മക്കളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാമല്ലോ വല്ലാതെ ഇഷ്ടമായിരുന്നു കുഞ്ഞുമക്കളോട് വല്ലാതെ ഇഷ്ടമായിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ അവിടുന്ന് ഓടി വരുന്ന സമയത്തുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പിടിച്ചു വെച്ചുകൊണ്ട് ചുംബനം കൊടുക്കുമായിരുന്നു. ആ കുഞ്ഞുമക്കളെ പിടിച്ചിട്ട് ഇങ്ങനെ ചുംബനം കൊടുക്കും. ആ സമയത്ത് തൊട്ടടുത്തുനിന്ന് ഒരാൾ പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, ഇന്നേ വരെ ഞാൻ ഇങ്ങനെ പിടിച്ചു കൊഞ്ചിക്കുകയോ ഉമ്മ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. എനിക്ക് 10 മക്കളുണ്ട്, ആ 10 മക്കളിൽ ഒരാളെ പോലും ഇതേപോലെ ലാളിക്കുകയോ ചുംബനം കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരേ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, മല്ലാ യർഹമു ലാ യുർഹം, മല്ലാ യർഹമു ലാ യുർഹം. ഈ ലോകത്തോടുള്ളവരോട് കാരുണ്യം കാണിക്കാതെ ഹൃദയത്തിൽ കാരുണ്യം സൂക്ഷിക്കാതെ നടക്കുന്നവന് പടച്ച തമ്പുരാൻ ഒരിക്കലും കാരുണ്യം നൽകുകയില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാരുണ്യമുണ്ടെങ്കിലേ റഹ്മത്തുണ്ടെങ്കിലേ നമുക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവുകയുള്ളൂ. ചില ആൾക്കാരൊക്കെ മക്കളോട് പെരുമാറുന്നത് വല്ലാത്ത അവസ്ഥയിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ശത്രുക്കളോട് പെരുമാറുന്ന രൂപത്തിലാണ് സ്വന്തം മക്കളോട് പെരുമാറുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മക്കളെ അല്ലാഹുവിന്റെ പ്രവാചകന്മാര് വിളിച്ചത് എങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകന്മാര് മക്കളെ വിളിച്ചത് പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കിയാൽ അറിയാം. യാ ബുനയ്യ, പൊന്നുമോനെ, യാ ബുനയ്യ, പൊന്നുമോനെ. അല്ലാഹുവേ, അവിടുന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് കപ്പലിൽ കയറി പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ജലപ്രളയം വന്നുകൊണ്ട് കപ്പലിൽ കയറിയിട്ട് എല്ലാരും അവിടുന്ന് രക്ഷപ്പെടാൻ നേരത്ത് അല്ലാഹുവേ, അവിടുന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് തന്റെ മകൻ ഒഴുകി വരുന്നത് കണ്ടപ്പോൾ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പൊന്നുമോനെ വിളിച്ചത് യാ ബുനയ്യ, പൊന്നുമോനെ, ഈ കപ്പലിൽ വേണമെങ്കിൽ കേറിക്കോ മോനെ, ഈ കപ്പലിൽ വേണമെങ്കിൽ കേറിക്കോ. ഇന്നത്തെ ദിവസം ഒരാൾക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല മോനെ. അല്ലാഹുവിന്റെ പ്രവാചകരോട് പോലും വിശ്വസിക്കാതെ പിന്തിരിഞ്ഞു പോയ മോനാട്, ആ മോനെ പോലും യാ ബുനയ്യ, പൊന്നുമോനെ, പൊന്നുമോനെ എന്നാണോ അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ മുഴുവനും അവിടുന്ന് വിളിച്ചതെങ്കിലോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ മക്കളെ എങ്ങനാ നമ്മൾ വിളിക്കുന്നത്? നമ്മുടെ മക്കളെ എങ്ങനാ നമ്മൾ വിളിക്കുന്നത്? അല്ലാഹുവേ, എന്തൊക്കെ അസഭ്യങ്ങളാണ് നമ്മുടെ പൊന്നുമക്കളെ വിളിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരോട് എനിക്ക് 10 മക്കളുണ്ടായിട്ട് ഒരു മക്കളെ പോലും ഞാൻ ചുംബിച്ചില്ല എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആ മനുഷ്യനോട് അവിടുന്ന് പറയുകയാണ്, അല്ലാഹു നിന്റെ ഹൃദയത്തിലെ കാരുണ്യം തന്നിട്ടില്ലല്ലോ, അല്ലാഹു നിന്റെ ഹൃദയത്തിലെ കാരുണ്യം തന്നിട്ടില്ലല്ലോ, നീ ഏറ്റവും വലിയ മോശമായ മനുഷ്യനാണ്, അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങാത്തവനാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇന്നീല അദ്ഖുലു ബിസ്സലാത്തി വഅന ഉരീദു ഇത്വാലതഹാ ഫഅസ്മഉ ബകാ സബിയ്യിൻ ഫതജവ്വസ ബിസ്സലാത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കടന്നു പോകുമ്പോൾ ഒരുപാട് നേരം കൈകെട്ടിയിട്ട് നിസ്കരിക്കണമെന്ന് ആഗ്രഹിച്ചു പോയവരാണ്. ഒരുപാട് നേരം അല്ലാഹുവിന്റെ മുന്നിൽ കൈകെട്ടിയിട്ട് നിസ്കരിക്കണമെന്ന് ആഗ്രഹിച്ചു പോയവനാണ്. പക്ഷേ
എന്റെ വീട്ടിൽ നിന്നതാ കുഞ്ഞുങ്ങളുടേതായ കരച്ചിൽ കേൾക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമാകാൻ വേണ്ടിയിട്ട് എന്റെ നിസ്കാരത്തെ പോലും ഞാൻ അവിടുന്ന് ചുരുക്കുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങൾക്ക് സമാധാനം കിട്ടാറ് അവര് വല്ലാതെ കിടന്ന് കരയുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് സമാധാനം കിട്ടാറ് അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ പോലും അവിടുന്ന് നിസ്കാരം ചുരുക്കുമെന്ന് പറയുമ്പോൾ ആ മക്കളോട് എത്രത്തോളം വാത്സല്യമാണ് എത്രത്തോളം കരുണയാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മക്കളോട് നമുക്ക് കാരുണ്യമുണ്ടാവുക. ഒന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ് നമ്മുടെ മക്കളോട് അവിടുന്ന് കാരുണ്യമുണ്ടാകണം. രണ്ടാമത്തെ കാര്യം അവിടുന്ന് പറഞ്ഞത് നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങളുടെ മാതാപിതാക്കളോട് അവരോടും നിങ്ങൾക്ക് വല്ലാത്ത കാരുണ്യമുണ്ടാകണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മക്കളോട് കാരുണ്യമുണ്ടാവുക. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കൾ നിന്റെ ഭാര്യ ഇവരോട് കൃപ ചെയ്യണം. എന്നാൽ നിന്റെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ രണ്ട് കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ മക്കളോട് കൃപ വേണം, മക്കളോട് കാരുണ്യം വേണം. അതേപോലെ നിന്റെ ഭാര്യയോടും നിനക്ക് കാരുണ്യം വേണം. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ അർറഹീമൂന യർഹമുഹുർ റഹ്മാൻ യർഹമു മൻ ഫിൽ അർദി യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, കാരുണ്യത്തോടെ പെരുമാറ്. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. ഒരാളെ കണ്ടു ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ച നിനക്ക് എന്ത് നഷ്ടപ്പെടും? എന്ത് നഷ്ടപ്പെടും എന്റെ ചെറുപ്പക്കാരാ? ചിന്തിച്ചു നോക്ക്. തൊട്ടടുത്തിരിക്കുന്നവരോട് ചിരിച്ചു കാണിക്കാൻ പോലും വൈമനസ്യമുള്ളവരാ നമ്മൾ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.